നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വരാഹി ദേവി അമ്മയെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ദേവിയെ നിത്യവും ജപിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്. വരാഹി ദേവി നമ്മുടെ ഭവനങ്ങളിൽ കുടികൊള്ളുന്നുണ്ടോ എന്ന് ചില അടയാളങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. വരാഹി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ദേവിക്ക് നമ്മൾ വഴിപാട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ഇത് ചെറിയ സൂചനയിലൂടെയും നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് അമാവാസി, അഷ്ടമി, പൗർണമി, ശുക്ലപക്ഷ പഞ്ചമി, കൃഷ്ണപക്ഷ പഞ്ചമി, നവമി കൂടാതെ ചൊവ്വ, വെള്ളി ദിവസങ്ങളും ശനിയാഴ്ച ദിവസവും വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാൻ വളരെ ഉത്തമമായ ദിനമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയോടുകൂടി മാത്രമേ അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. നല്ല മനസ്സോടെ മാത്രമേ വരാഹി അമ്മയെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നതാണ് സത്യം. നല്ല മനസ്സോടെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നവരുടെ ഭവനങ്ങളിൽ തീർച്ചയായും അമ്മ വസിക്കുന്നതാണ്. വരാഹി അമ്മയുടെ സാന്നിധ്യം കൂടുതലുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. നമ്മുടെ ഭവനങ്ങളിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആരുടെയും നിർബന്ധപ്രകാരമല്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി അമ്മയെ പ്രാർത്ഥിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ വീടുകളിൽ കലഹം ഇല്ലാതാകുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് തർക്കുത്തരം പറയുക, കയർത്തു സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ ഇതെല്ലാം മാറി എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ സംസാരിക്കുന്നതാണ്. കൂടാതെ നമ്മൾ വളരെ ശാന്ത സ്വഭാവമായി മാറുന്നതുമാണ്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ പെരുമാറുന്നതല്ല. ശത്രുക്കളെ നമ്മൾക്ക് ഭയമില്ലാതാകുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഭയമില്ലാതെ സംസാരിക്കാനും സാധിക്കുന്നതാണ്. ഇനി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകുന്നതാണ്. ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും അലസത കാണിക്കാതെ ആരുടെയും സഹായമില്ലാതെ നമ്മളുടെ കർത്തവ്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. വരാഹി ദേവി നിങ്ങളുടെ വീടുകളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഗന്ധം ഉണ്ടാകുന്നതാണ്. അടുത്തതായി, ഇതിനു മുൻപേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചിന്തകൾ, സംശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. അതിനു പകരം നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകുകയും എന്തു വന്നാലും നേരിടാനുള്ള കരുത്തും ലഭിക്കുന്നതാണ്. ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ കടബാധ്യതകളെല്ലാം കുറേശ്ശെയായി തീരാൻ തുടങ്ങുന്നതാണ്. മാത്രമല്ല പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതിലൂടെ ഇല്ലാതാകുന്നതാണ്. അതായത് സാമ്പത്തികമായി ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊരു അറുതി വരുന്നതാണ്. ആ കഷ്ടപ്പെടലിന്റെ പ്രതിഫലനം നമുക്ക് ദേവി തീർച്ചയായും തരുന്നതാണ്. ഭവനങ്ങളിൽ ദേവി വസിക്കുന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കാരണമില്ലാതെ ഉണ്ടാകുന്ന കലഹങ്ങൾ, മോശമായി സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ കാരണങ്ങളാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയേക്കാം. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതുമാണ്. ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. വരാഹി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ ശത്രുദോഷവും ദുഷ്ടശക്തികളും ഒരിക്കലും നിങ്ങളിലേക്ക് അടുക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകരുതെന്ന് കരുതുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മുന്നേറ്റവും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു കരുത്തും വിശ്വാസവും ദേവി നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി ജോലി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുന്നതാണ്. ഇതിന് കാരണം വരാഹി അമ്മയുടെ സാന്നിധ്യമാണ്. അതിനാൽ ദേവിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു രക്ഷാകവചമായി വരാഹിയമ്മ നിങ്ങളുടെ കൂടെ തന്നെ എന്നും ഉണ്ടാകുന്നതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാഹിയമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദേവിയെ നിത്യവും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദേവി അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.